എടുത്ത് പറയാണ്ടായിട്ടൊന്നുമില്ല. സ്റ്റാർ വാല്യൂക്ക് വേണ്ടി വേണമെങ്കിൽ പോയി പടം കാണാം, അത്രേ ഉള്ളൂ. അവരാധം തന്നെയാണ്. ടിപ്പിക്കൽ വിജയപടം എന്ന് പറയാൻ പറ്റുമോ? ഒരു ടിപ്പിക്കൽ വിജയപടമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്തുവാ, ഒരു വർഷമായി വിജയപടം കണ്ടിട്ട് ആ ഒരു രീതിക്ക് വന്ന് കാണാം. അല്ല സ്റ്റോറി വൈസോ അല്ലാതെ ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ലാതെ ഒരു ഒട്ടും கொள்ளത്തിல்ல படம். நாங்கள் 2 பேரும் சென்னையிலேருந்து வந்திருக்கோம். ஸ்பெஷலாக எதுக்கு ட்ரிவாண்ட்ரம் வந்திருக்கோம்னா, நம்ம எல்லாருக்குமே தெரியும் ட்ரிவாண்ட்ரத்துக்கு ஆல் ஓவர் கேரளாவில் தளபதிக்கு எவ்வளோ சப்போர்ட்னு. இங்கே இருக்கிற ஃபேன்ஸோட ஃபுல்லாக செலிப்ரேட் பண்ணுறதுக்காக தான் இங்கே வந்திருக்கோம். பார்த்தா க்ரௌட் ரெஸ்பான்ஸ் ஆஸ் யூஷுவல் எல்லா இடத்துலையும் நமக்கு தெரியும் கொல்லம் நண்பன்ஸ் பெரியமடம் நண்பன்ஸ் எல்லாருமே கேரளாவில் விஜய்க்கு அவ்வளோ தூரம் சப்போர்ட் பண்ணிட்டு இருக்காங்க. ஸோ இங்கே இருக்கிற ஃபேன்ஸாக செலிப்ரேட் பண்ணதில் சூப்பராக இருக்குது. மூவி பற்றி பார்த்தீங்கன்னா தேர் வில் பி லாட்ஸ் ஆஃப் கூஸ்பம்ஸ் மூமெண்ட்ஸ். நீங்கள் தியேட்டரில் பார்த்தீங்கன்னா எல்லாமே அவ்வளோ இருக்கும். நான் எதுவுமே ஸ்பாயில் பண்ண வரும்ல, தியேட்டർ എക്സ്പീരിയൻസ് പാരുங்க. പടം മൊത്തത്തിൽ നോക്കിയാൽ ഒരു 10 ഇട്ട് കൊടുക്കും. അതിൽ ഇഷ്ടപ്പെടാത്ത കുറച്ച് സീൻസും കൊള്ളാമല്ല. ഓരോ നോക്കിയാൽ നമുക്ക് ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റും. മൊത്തത്തിൽ ഒരു നല്ലൊരു എന്റർടൈൻമെന്റ് മൂവിയാണ്. ഒരുപാട് നെഗറ്റീവ് അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയുക? നെഗറ്റീവ് അഭിപ്രായങ്ങൾ പറയുന്നവർക്ക് പറയാം. മൊത്തത്തിൽ വന്നിരുന്നതാണ്. ഈ വെർത്താണ്, ശരിക്കും പറഞ്ഞാൽ കൊടുക്കുന്ന പൈസക്ക് വെർത്താണ്. കൊള്ളൂല, ഒട്ടും കൊള്ളൂല. അങ്ങനെ ഒരു തോന്നൽ. അത് പടം ആവശ്യമുള്ള കുറെ എലമെന്റ് ഉണ്ടായിരുന്നു, ആവശ്യമില്ലാത്ത കുറെ എലമെന്റ് ഉണ്ടായിരുന്നു. അത് കട്ട് ചെയ്ത് ആവശ്യമുള്ള വെച്ച് പോയായിരുന്നെങ്കിൽ നമുക്ക് ഇത്തിരി കൂടെ കാണാൻ ആ ഒരു സുഖം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു നമ്മളിപ്പോൾ ലിയോയിൽ കണ്ടായാലും അതിൽ കണ്ടാലും ഒരു ആ ഫീലില്ല. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ ആംഗിൾ ആയാലും അതിന് എലമെന്റിന് ചേർന്നുള്ള ഒരു ആംഗിൾ വേണം. ഇത് അങ്ങനെയില്ല. ഇത് ആവശ്യമുള്ള സ്ഥലത്തൊന്നുമില്ല, ആവശ്യമില്ലാത്ത സ്ഥലത്ത് എന്തോ പോലെയൊക്കെ. അത് പിന്നെ പാട്ടും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു സീനിനോട് മാച്ച് ആവുന്ന വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇല്ല. പിന്നെ പാട്ട് നമുക്ക് വലിയൊരു ഇതാന്ന് പറയാൻ പറ്റത്തില്ല. ഒരു 3 മണിക്കൂറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ലാഗോ കാര്യങ്ങളോ അങ്ങനെ? ലാഗ് മാത്രമേ ഉള്ളൂ. അത് കാരണം ആവശ്യമില്ലാത്ത ഒരുപാട് സീനുണ്ട്. ലാസ്റ്റൊക്കെ വരുമ്പോൾ ഇച്ചിരി ഫാസ്റ്റായിട്ട് പോകും തോന്നും. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് കുറേ ലാഗുണ്ട്. നമുക്ക് ഒട്ടും കൺവിൻസിങ് അല്ല. ഇതൊരു വിജയ് പടത്തിന്റെ ഒരു ഇതില്ല. പൊളിഞ്ഞ പടം, ഫുള്ളൊന്നും പറയാനില്ല. എന്തോ ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടാണ് വന്നത്, പക്ഷേ ഫുള്ള് കഴിഞ്ഞു പോയി. പുള്ളി ലാസ്റ്റ് മൂവിയൊക്കെയാണ് പറയുന്നത്, പക്ഷെ ലാസ്റ്റ് മൂവിയോട് ഒന്നും കാണാനില്ലായിരുന്നു. നിരാശയോടെ